ഉമ്മൻചാണ്ടിക്ക് ചോദ്യങ്ങളെ ഉള്ളൂ, ഉത്തരങ്ങളില്ലെന്ന് വി.എസ്. അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടിയുടെ ചോദ്യങ്ങൾക്ക് താൻ ഉത്തരം നൽകിയിരുന്നു. തന്റെ ചോദ്യങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഉത്തരം നൽകുന്നില്ല. ഈ ഉഡായിപ്പ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയത്തിന്റെ അന്തസത്തയാണെന്നും വി.എസ്. ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തി. ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്താണ് 2006 മുതൽ ജെ.എൻ.യു നേതാവ് കനയ്യകുമാറിന് നേരെ വധശ്രമം. മുംബൈ പൂനെ വിമാനത്തിൽ വെച്ചാണ് വധശ്രമം ഉണ്ടായത്. അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി മനുശങ്കർ ചേരുന്നു. മനു, കനയ്യക്കെതിരെയുള്ള ആക്രമണം സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നാണെന്ന് വ്യക്തമായിട്ടുണ്ടോ? എങ്ങോട്ടുള്ള യാത്രയിലാണ് ആക്രമണം ഉണ്ടായത്? അതിനുശേഷമുള്ള സ്ഥിതിഗതികൾ? പ്രജീഷ്, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ മുംബൈയിൽ നിന്ന് പൂനെയിലേക്കുള്ള യാത്രയ്ക്കിടെ ജെറ്റ് എയർവേസ് വിമാനത്തിൽ വച്ചാണ് കന്നയ്ക്ക് നേരെ വധശ്രമം നടന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പായി മുംബൈയിൽ വെച്ച് തന്നെ ഈ കന്നയ്യയുടെ സീറ്റിന് തൊട്ടടുത്തിരിക്കുകയായിരുന്ന ഒരാൾ കന്നയ്ക്ക് നേരെ ആദ്യം രാജ്യദ്രോഹി എന്ന് ആക്രോശിച്ചു. തുടർന്ന് സീറ്റിന് സമീപത്തിരുന്ന ഇയാളുടെ സുഹൃത്തുക്കളായ 2-3 പേര് കൂടി ഈ കന്നയ്ക്ക് ചുറ്റും കൂടുകയും രാജ്യദ്രോഹി എന്ന് ആക്രോശിക്കുകയുമായിരുന്നു. തുടർന്ന് TCS-ലെ IT ജീവനക്കാരനും ഒപ്പം മുൻ BJP പ്രവർത്തകരുമായ ഇയാൾ കന്നയ്യയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയും തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് അടിക്കുകയുമായിരുന്നു. തുടർന്ന് CSF വിമാനത്തിൽ നിന്ന് ഇരുവരെയും പുറത്തിറക്കി ആക്രമിയെ മുംബൈ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. കന്നയ്യ യാത്ര റദ്ദാക്കിയിട്ടുണ്ട്. ആക്രമണം നടന്നപ്പോഴും ജെറ്റ് എയർവേസ് അധികൃതർ രക്ഷയ്ക്ക് എത്തിയില്ലെന്ന് കന്നയ്യ തുടർന്ന് ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തു. നേരത്തെ നാഗ്പൂരിൽ അംബേദ്കർ ജയന്തി ആഘോഷത്തിനിടെ പങ്കെടുക്കുന്നതിനിടെയും ബജ്രംഗി ദൾ പ്രവർത്തകർ കന്നയ്യക്ക് നേരെ ഷൂസ് എറിയുക മറ്റും ചെയ്തിരുന്നു. മുംബൈയിൽ കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിനിടെ മോദി സർക്കാരിന്റെ വാഗ്ദാനങ്ങളും സെൽഫി ഭരണവും മാത്രമാണെന്ന് ആരോപിക്കുകയും കന്നയ്യ ചെയ്തിരുന്നു. ഈ ചടങ്ങിലും ഇയാൾ സന്നിഹിതനായിരുന്നു. എന്തായാലും കന്നയ്യക്ക് നേരെ ആക്രമണം തുടർന്ന പശ്ചാത്തലത്തിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലടക്കം സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. പ്രജീഷ്, മനുശങ്കനാണ് വിശദാംശങ്ങൾ നൽകിയത്. വിജയ് മല്യയുടെ പാസ്പോർട്ട് വിദേശകാര്യ മന്ത്രാലയം റദ്ദാക്കി. മന്ത്രാലയം അയച്ച നോട്ടീസിന് മറുപടി നൽകാത്തതിനെ തുടർന്നാണ് നടപടി. ഇതോടെ മല്യ ലണ്ടനിൽ തുടരുന്നത് നിയമവിരുദ്ധമാകും. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ ഉണ്ടായ സംഘർഷത്തിനിടയിൽ വിദ്യാർത്ഥി വെടിയേറ്റ് മരിച്ചു. വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടെ പോലീസ് നടത്തിയ വെടിവയ്പിലാണ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത്. സർവകലാശാല പ്രോക്ടറുടെ ഓഫീസിനും വാഹനങ്ങൾക്കും വിദ്യാർത്ഥികൾ തീവെച്ചു. സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. ഇതിനിടയിലാണ് വിദ്യാർത്ഥിക്ക് വെടിയേറ്റത്. 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദേശീയപാതയിൽ മലപ്പുറം വളാഞ്ചേരി കോട്ടപ്പുറത്ത് വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു. കോട്ടപ്പുറം സ്വദേശികളായ നൌഷാദ്, റംസീഖ്, ഫാസിൽ എന്നിവരാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ബൈക്ക് നിർത്തിയിട്ട് റോഡരികിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി പാഞ്ഞു കയറിയാണ് അപകടമുണ്ടായത്. റോഡരികിൽ ഉണ്ടായിരുന്ന 2 ബൈക്കുകളും മതിലും ലോറിയിലിടിച്ച് തകർന്നു. ലോറിയുടെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ഇയാൾ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് കരുതുന്നത്. വാഷിംഗ്ടൺ ടൗൺ ടെൻഡി മെട്രോ സ്റ്റേഷനിൽ സ്ഫോടനവും തീപിടുത്തവും. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. 1ലധികം സ്ഫോടനങ്ങളാണ് ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മെട്രോ സ്റ്റേഷൻ പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. യാത്രക്കാരെ ഒഴിപ്പിച്ചു. സ്ഫോടനത്തിന് പിന്നിൽ ആര്, അട്ടിമറി സാധ്യത ഉണ്ടോ എന്നീ വിശദാംശങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. കോൺഗ്രസ് BJP ബന്ധം വെളിപ്പെടുത്തുന്ന K.സുധാകരന്റെ ഓഡിയോ പുറത്ത്. തന്റെ തോൽവിക്ക് കാരണം മുൻപത്തെ പോലെ BJP വോട്ട് ലഭിക്കാത്തത്. മറ്റു ജില്ലകളിലെ BJP നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് ചുമതല ലഭിച്ചതാണ് ഇതിന് കാരണമെന്നും സുധാകരൻ. BJP വോട്ട് ലക്ഷ്യം വെച്ചാണ് സുധാകരൻ ഉദുമയിൽ മത്സരിക്കുന്നതെന്ന ആരോപണത്തിനിടെയാണ് ഓഡിയോ പുറത്തുവന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ കോൺഗ്രസ് നേതാവ് K.സുധാകരൻ തന്റെ തെരഞ്ഞെടുപ്പ് തട്ടകം ഇക്കുറി മാറ്റിയതിനു പിന്നിൽ ലക്ഷ്യങ്ങൾ ഏറെയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ തന്നെ പറയുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിച്ച് നിയമസഭയിലെത്തിയ K.സുധാകരൻ ഇത്തവണ മത്സരത്തിനായി ഉദുമ മണ്ഡലം തെരഞ്ഞെടുത്തതിനു പിന്നിലെ രഹസ്യം BJP RSS വോട്ട് തന്നെയെന്നും സൂചനയുണ്ട്. കണ്ണൂരിൽ തന്നെ സഹായിച്ച BJP RSS നേതാക്കൾ ഇക്കുറി അവരുടെ പ്രവർത്തന മേഖല ഉദുമയാക്കിയിരിക്കുകയാണ്. കണ്ണൂരിൽ മത്സരിച്ചപ്പോൾ BJP RSS വോട്ടുകൾ തനിക്ക് ലഭിച്ചുവെന്നത് K.സുധാകരൻ തന്നെ വെളിപ്പെടുത്തുന്നു. 2014 ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ RSS വോട്ടുകൾ തനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് തന്റെ പരാജയത്തിന് കാരണമായത് സ്വന്തം പാർട്ടിയിലെ വോട്ടുകൾ ചോർന്നതാണെന്നും K.സുധാകരൻ തുറന്നടിക്കുന്നു. ഇവിടുത്തെ പ്രാദേശിക തലത്തിൽ കേരളത്തിൽ BJPയുടെ പല നേതാക്കന്മാരും പലരുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യിക്കാറുണ്ട് എന്നതുകൊണ്ട് അവർ ഇത്തവണ എന്താക്കിയെന്ന് വെച്ചാൽ നേതൃത്വത്തിനെ കംപ്ലീറ്റ് അങ്ങ് മാറ്റി. കണ്ണൂരിലെ നേതൃത്വം കാസർഗോഡേക്ക് പോയി. ഇവിടെ തൃശ്ശൂരിൽ നിന്ന് വന്നു RSSകാർ. തൃശ്ശൂരിൽ നിന്ന് വന്ന RSSകാരുടെ നേതൃത്വം ഇവിടെ ഇലക്ഷൻ നടന്നത്. അവിടെ ആർക്കും ആരെയും ബന്ധപ്പെടാനോ ആർക്കും ആരുമായി സംസാരിക്കാനോ സാഹചര്യമില്ല, സന്ദർഭങ്ങളൊന്നുമില്ല. വളരെ സ്ട്രിക്റ്റായി RSSനൊക്കെ ഒരു കണക്കുണ്ടല്ലോ, ആ വോട്ട് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ RSSന്റെ വോട്ട്
പിന്നെ ഈ പാർട്ടിക്കകത്ത് നിന്ന് കുറെ വോട്ട് പോയി. അത് ആദ്യം ഞാൻ പറഞ്ഞില്ല, കാരണം പറയുന്നത് നാണക്കേടാണ്. കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ എനിക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, അതിനൊരു എനിക്കൊരു പോരായില്ലേ. എന്നാൽ കണ്ണൂരിലെ തന്റെ സൗഹൃദത്തിന്റെ ഉടമകളായ BJP RSS നേതാക്കളാണ് ഉദുമയിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളത് ഇക്കുറി അനുഗ്രഹമായാണ് കെ സുധാകരൻ കരുതുന്നത്. അതിനാൽ തന്നെ LDFന്റെ ചുവപ്പുകോട്ടയിൽ BJP RSS വോട്ടുകൾ നേടി വിജയിക്കാനാണെന്ന പ്രതീക്ഷയിലാണ് കെ സുധാകരൻ. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പസഫിക് സമുദ്രം മറികടന്ന് സൗരോർജ്ജ വിമാനമായ സോളാർ ഇമ്പൽസ് ചരിത്രം സൃഷ്ടിച്ചു. തുടർച്ചയായി 62 മണിക്കൂർ പറന്നാണ് സോളാർ ഇമ്പൽസ് പസഫിക് മറികടന്നത്. കാലിഫോർണിയയിലെ മോട്ട്ഫീൽഡ് എയർഫീൽഡിലാണ് വിമാനം ലാൻഡ് ചെയ്തത്. കാലിഫോർണിയയിലെ മോട്ട്ഫീൽഡ് എയർഫീൽഡിലേക്ക് സോളാർ ഇമ്പൾസ് പറന്നിറങ്ങിയപ്പോൾ മനുഷ്യരാശി മറ്റൊരു ചരിത്രത്തിന്റെ ആവേശ വഴികളിലായിരുന്നു. അമേരിക്കയിലെ തന്നെ ഹവായിൽ നിന്ന് പസഫിക് സമുദ്രം മറികടന്ന് കാലിഫോർണിയയിലേക്ക് തുടർച്ചയായി 62 മണിക്കൂർ പറന്നാണ് സോളാർ ഇമ്പൾസ് എന്ന സൗരോർജ്ജ വിമാനം ചരിത്രവും പസഫിക് എന്ന മഹാസമുദ്രവും മറികടന്നത്. 62 മണിക്കൂർ കൊണ്ട് 4000 കിലോമീറ്ററാണ് സോളാർ ഇമ്പൾസ് പറന്നത്. ചരിത്രത്തിലാദ്യമായാണ് ഒരു സൗരോർജ്ജ വിമാനം പസഫിക് സമുദ്രം മറികടക്കുന്നത്. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ബാൻ കി മൂണിന് സന്ദേശം അയച്ചുകൊണ്ടാണ് സോളാർ ഇമ്പൾസ് പസഫിക് മറികടന്ന വിവരം പൈലറ്റ് പിക്കാർഡ് വിൽ ലോകത്തെ അറിയിച്ചത്. കഴിഞ്ഞ മാർച്ചിൽ അബുദാബിയിൽ നിന്നാണ് സോളാർ ഇമ്പൾസ് ലോക പര്യടനം ആരംഭിച്ചത്. 9 പാദങ്ങളിലായി 35,000 കിലോമീറ്ററാണ് സൗരോർജ്ജം മാത്രം ഉപയോഗിച്ച് സോളാർ ഇമ്പൾസ് മറികടക്കുന്നത്. ജപ്പാനിൽ നിന്ന് അമേരിക്കയിലെ ഹവായിലേക്ക് തുടർച്ചയായി 5 ദിവസം പറന്ന് ലോക റെക്കോർഡും സോളാർ ഇമ്പൾസ് കുറിച്ചിരുന്നു. ലോക പര്യടനത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ അഹമ്മദാബാദിലും സോളാർ ഇമ്പൾസ് എത്തിയിരുന്നു. 17,000 ഫോട്ടോവോൾട്ടിക് സെല്ലുകളാണ് സൗരോർജ്ജം സംഭരിക്കാൻ വിമാനത്തിലുള്ളത്. വിമാനത്തിന്റെ ഉപരിതലത്തിലാണ് ഈ സെല്ലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതിനാൽ സോളാർ ഇമ്പൾസിന്റെ യാത്ര 9 മാസം വൈകിയിരുന്നു. ഇനി തിരിച്ച് അബുദാബിയിലെത്തുന്നതോടെ സോളാർ ഇമ്പൾസ് എന്ന സൗരോർജ്ജ വിമാനത്തിന്റെ ലോക പര്യടനത്തിന് സമാപ്തിയാകും. ഇന്റർനാഷണൽ ഡെസ്ക്. ഇന്ത്യയിൽ ദിനംപ്രതി 50-ലധികം കുട്ടികൾ ക്യാൻസർ രോഗം മൂലം മരിക്കുന്നതായി പഠന റിപ്പോർട്ട്. ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാത്തതും ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തതയുമാണ് ക്യാൻസർ മരണങ്ങൾ കൂടാനുള്ള കാരണമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ജേണൽ ഓഫ് ഗ്ലോബൽ ഓങ്കോളജി പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. 1 മാസത്തിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 50-ലധികം കുട്ടികൾ ഓരോ ദിവസവും ക്യാൻസർ മൂലം മരണപ്പെടുന്നു എന്നാണ് ജേണൽ ഓഫ് ഗ്ലോബൽ ഓങ്കോളജി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ടോറന്റോ സർവകലാശാല, മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ സെന്റർ ഉൾപ്പെടെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലെ ഗവേഷകരാണ് പഠനം നടത്തിയത്. ക്യാൻസർ മൂലം മരണപ്പെട്ട 1 കോടിയിലധികം പേരുടെ വിശദാംശങ്ങളും സംഘം പഠനവിധേയമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ദിനംപ്രതി 50-ലധികം കുട്ടികൾ ക്യാൻസർ മൂലം മരണപ്പെടുന്നുവെന്ന കണ്ടെത്തൽ. ആധുനിക ചികിത്സാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാത്തതുമാണ് മരണങ്ങൾ കൂടാനുള്ള കാരണമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വികസിത രാജ്യങ്ങളിൽ ക്യാൻസർ ബാധിതരായ 80%-ലധികം കുട്ടികളും വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതിനാൽ രോഗമുക്തി നേടുന്നു. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളിൽ കൂടുതൽ പേരും മരണത്തിന് കീഴടങ്ങുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ പഠനമനുസരിച്ച് അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ക്യാൻസർ രോഗികളുടെ എണ്ണം 5 മടങ്ങ് വർദ്ധിക്കുമെന്ന് വ്യക്തമാക്കുന്നു. വാർഷിക വരുമാനത്തെക്കാളും 20 മടങ്ങ് അധികം വരുന്ന ചികിത്സാ ചെലവ് താങ്ങാനാവാത്തതിനാലാണ് ഇന്ത്യയിൽ ക്യാൻസർ മരണങ്ങൾ വർദ്ധിക്കുന്നതെന്ന് ദില്ലിയിലെ എയിംസ് ആശുപത്രിയും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂരിൽ കൂത്തുപറമ്പ് ഒഴികെയുള്ള 4 മണ്ഡലങ്ങളിലും ഇത്തവണ വിമത ഭീഷണി നേരിടുകയാണ് UDF. UDFന്റെ വിജയത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ ശക്തരായ വിമത സ്ഥാനാർത്ഥികളാണ് ഇത്തവണ രംഗത്തുള്ളത്. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ തവണ UDF ജയിച്ച 4 മണ്ഡലങ്ങളും ഇത്തവണ വിമത ഭീഷണിയിലാണ്. അതും നേതാക്കളുടെ അപ്രമാദിത്വവും ജനാധിപത്യ വിരുദ്ധ നടപടികളും DCC ഓഫീസ് കെട്ടിട നിർമ്മാണത്തിൽ പോലും കാണിച്ച അഴിമതിയും തുറന്നടിച്ചുകൊണ്ടാണ് വിമതർ രംഗത്തെത്തിയിട്ടുള്ളത്. രംഗത്തു വന്നവരാരും ദുർബലരുമല്ല. പേരാവൂർ മണ്ഡലത്തിൽ കർഷക പ്രശ്നങ്ങളും അഴിമതിയും സണ്ണി ജോസഫിന്റെ വികസന വിരുദ്ധ നയങ്ങളും വ്യക്തമാക്കിക്കൊണ്ടാണ് കർഷക കോൺഗ്രസ് നേതാവ് KJ ജോസഫ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നത്. ഇരിക്കൂർ മണ്ഡലത്തിലാകട്ടെ ജനാധിപത്യം കോൺഗ്രസിൽ നടപ്പിലാക്കാത്തതും KC ജോസഫിന്റെ അപ്രമാദിത്വവും 36-ാം വർഷത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തുറന്നുകാട്ടിയാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഖാദർ രംഗത്തെത്തിയത്. അബ്ദുൽ ഖാദറിന് പകരമൊരാൾ വിമത സ്ഥാനാർത്ഥിയായി മന്ത്രി KC ജോസഫിനെതിരെ സിറ്റിംഗ് സീറ്റിൽ രംഗത്തെത്തും. കണ്ണൂരിൽ K സുധാകരന്റെയും DCC പ്രസിഡന്റ് K സുരേന്ദ്രന്റെയും അപ്രമാദിത്വവും DCC ഓഫീസ് നിർമ്മാണത്തിലടക്കം കാണിച്ച അഴിമതിയും തുറന്നടിച്ചുകൊണ്ടാണ് PK രാഗേഷ് അഴീക്കോട് മണ്ഡലത്തിലും കണ്ണൂരിലും വിമത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. നമ്മൾ നോമിനേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ പ്രചരണമായി മുന്നോട്ട് പോകുകയുള്ളൂ. പ്രത്യേകിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതുകൊണ്ട് അവസാന സമയം മാത്രമേ ചിഹ്നം കിട്ടുകയുള്ളൂ. അപ്പോൾ ചിഹ്നം കൂടി ലഭിച്ചതിന് ശേഷമുള്ള പ്രചരണം
ആരംഭിക്കാമെന്നാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. കെ സുധാകരനും സുരേന്ദ്രനുമാണ്, ഒരു സംശയവുമില്ല. കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ അധപതനത്തിന് കാത്തിരിക്കുന്ന കെ സുധാകരനും സുരേന്ദ്രന്റെയും ഏകപക്ഷീയമായ ഏകാധിപത്യ നയങ്ങളാണ് എന്നാണ് എനിക്കിവിടെ വ്യക്തമാക്കാനുള്ളത്. ജില്ലയിലെ വിമതരെ ചേർത്തു നിർത്തുന്നതിനൊപ്പം സംസ്ഥാനമൊട്ടാകെ സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിൽ UDF-ൽ നിന്നും ഉയരുന്ന വിമത ശബ്ദങ്ങളെ ഒന്നിച്ചു ചേർക്കുമെന്ന PK രാഗേഷിന്റെ പ്രഖ്യാപനവും UDF പാളയത്തെ ഒട്ടൊന്നുമല്ല ഉലച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ UDF-ന് നേരത്തെയുണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ മാത്രമാണ് ഇപ്പോൾ വിമതനില്ലാത്തത്. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ കൂടി വിമതൻ കടന്നു വന്നാൽ കണ്ണൂർ ജില്ലയിലെ UDF-ലെ വിമത ചിത്രം പൂർണ്ണമാകും. കണ്ണൂരിൽ നിന്നും PV ജോഷില. UDF-ന് തലവേദനയാവുകയാണ് കൊച്ചി മണ്ഡലത്തിലെ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥി. സിറ്റിംഗ് MLA ആയ ഡൊമിനിക് പ്രസന്റേഷന് നേതൃത്വം വീണ്ടും സീറ്റ് നൽകിയതിലുള്ള പ്രതിഷേധമാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ലീനസിനെ റിബലാക്കിയത്. KPCC അധ്യക്ഷൻ VM സുധീരൻ നേരിട്ട് ശ്രമിച്ചിട്ടും ലീനസ് മത്സരരംഗത്തു നിന്നും പിന്മാറാൻ കൂട്ടാക്കിയിട്ടില്ല. പശ്ചിമ കൊച്ചി മേഖലയിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്നുള്ള പ്രാദേശിക നേതാക്കളുടെ ആവശ്യം തള്ളിയാണ് A ഗ്രൂപ്പുകാരനായ ഡൊമിനിക്കിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ അന്ന് തന്നെ വിക്ടർ ലീനസ് കളത്തിലിറങ്ങി പ്രചാരണം തുടങ്ങുകയും ചെയ്തു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ അവഗണന ഇനി അനുവദിക്കാനാകില്ലെന്നും ഭൂരിപക്ഷം പ്രവർത്തകരും തനിക്കൊപ്പമാണെന്നും ലീനസ് പറയുന്നു. ഈ പ്രാവശ്യവും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത് മുതൽ അദ്ദേഹം തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാവരെയും സ്വാധീനിക്കുവാനും അത് നിന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ചുകൂടി അതിനെ ഒരു മാതൃകാപരമായിട്ട് നമ്മൾ ആ പ്രവണതയെ ഒന്ന് മാറ്റുവാനും ഒരു മാറ്റം കൊച്ചിക്കൊരു മാറ്റം അനിവാര്യമാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും കൂടി പ്രതികരിച്ചതിൻ്റെ ഫലമാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം. വിക്ടർ ലീനസിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ചർച്ചകളിലെല്ലാം പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പം ലീനസിനും സംഘാടകർ ഇടം നൽകുന്നുണ്ട്. ഇനി ആര് ഉപാധികൾ മുന്നോട്ട് വെച്ചാലും എന്ത് ഓഫർ നൽകിയാലും മത്സരരംഗത്ത് നിന്ന് പിന്മാറില്ലെന്നാണ് ലീനസിന്റെ തീരുമാനം. അത് UDF നേതൃത്വത്തിന്റെ ചങ്കിടിപ്പ് കൂട്ടുന്നുണ്ട്. ലീനസിന്റെ തീരുമാനം തന്നെയായിരിക്കും UDF-ന്റെ വിജയസാധ്യതകളെ നിർണ്ണയിക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മണ്ണാർക്കാട് UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്ന് കാന്തപുരം സിറ്റിംഗ് MLA ഷംസുദ്ദീനെതിരെയാണ് കാന്തപുരം രംഗത്തെത്തിയത്. സുന്നി പ്രവർത്തകരുടെ കൊലപാതകികളെ സഹായിച്ചത് ഈ MLA ആണെന്നും ന്യായവും യുക്തിയും നന്മയും നോക്കി വോട്ട് ചെയ്യുമെന്നും കാന്തപുരം പറഞ്ഞു. വഖഫ് വിഷയത്തിൽ UDF സർക്കാർ സഹായിച്ചില്ലെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കാന്തപുരം കുറ്റപ്പെടുത്തി. അറസ്റ്റ് ചെയ്തു, രണ്ടാം ദിവസം ജാമ്യത്തിൽ വിട്ടിട്ട് പിന്നെയും അവരിങ്ങനെ നടക്കുകയാണ് നമ്മളെ ആളുകളെ ആക്രമിച്ചത്. അതിന് ഫുള്ളായിട്ട് സഹായം ചെയ്തു കൊടുത്ത ഒരു MLA ഉണ്ട്. നിങ്ങളെ അയാളെ ജയിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, ശക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു കാലത്തും അയാളെ ജയിപ്പിക്കാൻ പാടില്ല, അയാൾ ഈ രാജ്യത്തിൻ്റെ ദ്രോഹിയാണെന്ന്. മണ്ണാർക്കാട് 2 മനുഷ്യന്മാരെ കൊന്നിട്ട് അറസ്റ്റ് ചെയ്തു, രണ്ടാം ദിവസം ജാമ്യത്തിൽ വിട്ടിട്ട് പിന്നെയും അവരിങ്ങനെ നടക്കുകയാണ് നമ്മളെ ആളുകളെ ആക്രമിച്ചത്. അതിന് ഫുള്ളായിട്ട് സഹായം ചെയ്തു കൊടുത്ത ഒരു MLA ഉണ്ട്. നിങ്ങളെ അയാളെ ജയിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, ശക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു കാലത്തും അയാളെ ജയിപ്പിക്കാൻ പാടില്ല, അയാൾ ഈ രാജ്യത്തിൻ്റെ ദ്രോഹിയാണെന്ന്. വളരെ വ്യക്തമായ നിലപാട് തന്നെയാണ് കാന്തപുരം തുറന്നു പറയുന്നത്. മണ്ണാർക്കാട് UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്നാണ് കാന്തപുരം പറയുന്നത്. സിറ്റിംഗ് MLA ഷംസുദ്ദീനെതിരെയാണ് കാന്തപുരം രംഗത്ത് വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ PV കുട്ടൻ നൽകും. കുട്ടൻ, തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നിലപാട് വ്യക്തമാക്കുകയാണ് കാന്തപുരം. സുന്നി പ്രവർത്തകരുടെ കൊലപാതകികളെ പോലും സഹായിച്ച MLA-യെ സഹായിക്കരുത്, അത് ഒക്കെയും തെരഞ്ഞെടുപ്പിൽ നിലപാടുകളൊക്കെയും പ്രതിഫലിക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു ഈ പ്രതികരണങ്ങളൊക്കെയും? പ്രതീഷ്, കോഴിക്കോട്ട് നടന്ന മർക്കസ് അലൂമിനി മീറ്റിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. UDF MLA-ക്കെതിരെ, മണ്ണാർക്കാട്ടെ UDF MLA-ക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ലീഗിന്റെ സ്ഥാനാർത്ഥി N ഷംസുദ്ദീനെ തോൽപ്പിക്കണമെന്ന് കാന്തപുരം ഈ സമ്മേളനത്തിൽ വെച്ച് ആഹ്വാനം ചെയ്തു. മണ്ണാർക്കാട്ടെ 2 സുന്നി പ്രവർത്തകരെ കൊല ചെയ്ത കേസിലെ പ്രതികളെ സംരക്ഷിച്ചത് ഷംസുദ്ദീനാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജഗത്തിന് വോട്ട് നൽകരുത് എന്ന് കാന്തപുരം ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വഖഫ് ബോർഡ് വിഷയത്തിൽ UDF സർക്കാർ തങ്ങളെ സഹായിച്ചിട്ടില്ല, ഇക്കാര്യം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങൾക്ക് ഗുണം ചെയ്യുന്നവരെയായിരിക്കും തങ്ങൾ സഹായിക്കുക, ന്യായവും യുക്തിയും നാടിന്റെ നന്മയും നോക്കിയാണ് ഇത്തവണ വോട്ട് ചെയ്യുക എന്നും കാന്തപുരം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രജീഷ്, PV കുട്ടൻ വിവരങ്ങൾ നൽകിയത്.
ജഡ്ജിമാരുടെ എണ്ണക്കുറവ് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിമാരുടെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെയും സമ്മേളനത്തിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് TS താക്കൂറിന്റെ വിതുമ്പൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് വികാരാധീനനായത്. കേസുകൾ കെട്ടിക്കിടക്കുന്നത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിച്ചുവെന്നും ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി രക്ഷപ്പെടുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. People have faith because we are doing our best. Speeches have been made in the past. People have spoken from this audience, this dais, in conferences, in seminars, debates in the parliament, and all. But I think nothing really appears to be moving. The central government says, yes, we commit ourselves, but it is the state government's responsibility. The state governments say, no, let the central government provide funds to us, assistance to us.